നോക്കൂ മഞ്ജുഷേ, ഇതിനകത്ത് ഞാനിപ്പോ ഡോക്ടർ ജയരാജും അതോടൊപ്പം ദീപുവും പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. അമ്പലങ്ങൾ എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ സെന്റർ തന്നെയാണ്, അതിനകത്തൊന്നും എനിക്കൊരു സംശയമില്ല. പക്ഷെ കൾച്ചറൽലെസ് പ്രോഗ്രാം നടത്താനുള്ള പരിപാടിയല്ല ഈ അമ്പലങ്ങൾ എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? കൾച്ചറൽ പ്രോഗ്രാമാണ്. അപ്പൊ നോക്കൂ, വെള്ളാരം കുന്നിലെ പൊന്മൂളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ, ഇത് നാടകാനാണ്. അപ്പൊ ഈ നാടകഗാനം എഴുതിയത് ONV ആണ്, അത് സംഗീതം ചെയ്തത് ദേവരാജനാണ്, സുലോചനയാണ് അത് പാടിയത്. ഈ ഗാനങ്ങൾ കേരളത്തിലെ ഒരുപാട് അമ്പലമുറ്റത്ത് പാടിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. നേരത്തെ ഇവിടെ ദീപ് ചോദിച്ച പോലെ ഞങ്ങളുടെ നാടക സംഘം സംസ്കാര സാഹിതിയുടെ മഹേഷ് നേതൃത്വം കൊടുക്കുന്ന മഹേഷ് ഇപ്പൊ അവിടെ അഭിനയിക്കുകയാണ് നാടകം. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. ഇപ്പൊ നേരത്തെ ശ്രീത്ത് കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഈ പാട്ടിനോടല്ല നമ്മുടെ എതിർപ്പ്. ഈ പാട്ടുകൾ പാടട്ടെ, പാട്ടുകൾ ഏതായാലും ജനം ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, ജനത്തിന് അത് ഇഷ്ടമാണെങ്കിൽ അതാകാം. പക്ഷേ അതിന്റെ മറവിൽ എന്തിനാണ് ഈ കൊടികൾ കാണിക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. പാട്ട് ആസ്വദിക്കുന്നതിന് ഒരു പ്രയാസം ശ്രീത്വമാണ് കൃത്യമായിട്ട് പറഞ്ഞത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. പണ്ട് ഈ മാജിക് ഷോ തുടങ്ങുന്ന കാലഘട്ടത്തിൽ, ഇപ്പൊ മുതുകാട് സാറിന്റെ കാര്യം എന്നല്ല ഞാൻ പറയുന്നത്, ചെറിയ ചില്ലറ മാജിക് ഒക്കെ അവതരിപ്പിക്കുന്ന ആളുകൾ ഒരു കൂട്ടുകാരെ കൂടെ കൊണ്ടുവരും. ഒരു കൂട്ടുകാരെ കൂടെ കൊണ്ടുവന്നിട്ട് ഏറ്റവും പുറകിൽ ബാക്കിൽ ഇരിക്കാൻ പറയും അവനോട്. എന്നിട്ട് പറയാം, ഈ മാജിക് തുടങ്ങുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ വരും, എന്താ പറയുക, അവൻ ചാടി കഴിഞ്ഞിട്ട് കൈമൊക്കിയിട്ട് വരും. മനസ്സിലായില്ല? അവൻ ചാടി കൈമൊക്കിയിട്ട് വരും. ബാക്കി മാജിക് കണ്ടോണ്ടിരിക്കുന്നത് അവന്റെ പോക്കറ്റിലുള്ള സാധനങ്ങളൊക്കെ ഇയാൾ തന്നെ എടുത്ത് കൊടുത്ത് കാണിക്കും എന്ന് പറയുമ്പോൾ നേരത്തെ പ്രീ ഡിറ്റർമിൻഡ് ആണ്. നിങ്ങൾ ആ വിഷ്വൽ നോക്കൂ, ആ മനോഹരമായിട്ടുള്ള വിഷ്വൽ. ആ വിഷ്വൽ ഈ ക്ഷേത്ര ആരാധനാലയത്തിൽ അല്ലെങ്കിൽ ക്ഷേത്ര അമ്പലത്തിനകത്ത് ഓഡിറ്റോറിയത്തിൽ അതിനെ ഞാനൊരു മനോഹരമായിട്ടുള്ള സംവിധാനമായിട്ടാണ് കാണുന്നത്. തെറ്റൊന്നുമില്ല. ഇതിനെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഈ അമ്പലത്തിനകത്ത് കൊണ്ടുവന്ന് ഇത് കാണിക്കേണ്ട കാര്യമില്ല. അത് തെറ്റ്. ഒന്ന്, അത് നിങ്ങൾ അംഗീകരിക്കും. രണ്ട്, ജയരാജ് പറഞ്ഞല്ലോ, ജയരാജ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിനൊന്നെതിരല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞതുപോലെ ഈ മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരത്ത് ഞാൻ കണ്ടിട്ടുള്ളത്, അവിടെ മെഡിക്കൽ കോളേജിൽ വളരെ നല്ല പദ്ധതിയാണ്. ആ പദ്ധതിയൊക്കെ നടത്തി നിങ്ങൾക്ക് ഈ വോട്ടൊന്നും വേണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ക്ഷേത്രത്തിലോട്ട് വോട്ട് വരുന്നത്? നിങ്ങൾക്ക് ആ പൊതിച്ചോറ് കാണിച്ചാൽ പോലെ. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് അറിയോ മഞ്ജുഷേ? അതായത് BJP-ക്കാര് കൊടികെട്ടി കൊണ്ടു പോകുന്നു എന്നുള്ളതാണ്. ഞാൻ അതിനെ എതിർക്കുന്ന ആളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നടന്നൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ആറ്റുകാൽ പൊങ്കാല ഇന്നലെ നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. കാലടിയില് ഞങ്ങള് എല്ലാ ദിവസവും പൊതിച്ചോറ് കൊടുക്കുന്ന ആളുകളാണ്. അവിടെ കാലടി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയിൽ നിങ്ങൾ ഇപ്പൊ ശ്രീത്തോടെ മഞ്ജുഷോടെ പോയി നോക്കിയാൽ അവിടെ ഒരു അന്നദാന പെട്ടി വെച്ചിട്ടുണ്ട്. കാലടി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന പരിപാടിയാണ്. എല്ലാ ദിവസവും 10 പൊതി അതിനകത്ത് വെച്ചിരിക്കും. ആർക്കും വേണം എടുക്കാം. അത് BJP-ക്കാരെടുത്തോളൂ, RSS എടുത്തോളൂ, ആരും കുഴപ്പമില്ല. അവിടെ HSR എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്, ഹരിശ്രീ റെസിഡൻസ് അസോസിയേഷൻ കാലടിയിൽ. കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് അവരവിടെ ഭയങ്കരമായിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. ഏതാണെന്നറിയാം? ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് അന്നദാനം കൊടുക്കുന്നുണ്ട്. ഇന്നലെ ആ പരിപാടി നോക്കുമ്പോൾ എവിടെന്നോ വലിയ 407 വണ്ടിയിൽ, ഈ വലിയ നമ്മുടെ ടിപ്പർ ലോറിയിൽ, ഈ എന്താണ് ഒരു സംഘടനയുടെ RSS എന്നാണെന്ന് എനിക്ക് അറിയില്ല, അവിടെ RSS പിന്നെ പറഞ്ഞിട്ട് അങ്ങനെയാണ്, അവര് കൊണ്ട് ഇതിന്റെ മുമ്പിലിട്ട് കൊടുക്കുകയാണ്. ലോറിയിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുകയാണ്. വലിയ പ്രശ്നമായി, വലിയ ബുദ്ധിമുട്ടായി. എന്താ പ്രശ്നം? അപ്പൊ അവിടെ ആ HSRIയുടെ ഭാരവാഹികൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നോക്കൂ, നിങ്ങൾ ഈ രാഷ്ട്രീയം കളിക്കരുതിനാണ്. ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് 10-20 വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇത് കൊടുക്കുന്നുണ്ട്. ആ ഭക്ഷണം കൊടുക്കുമ്പോൾ നിങ്ങളിത് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇലക്ഷനൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് വോട്ട് വേണമല്ലോ. ഞങ്ങളുടെ വോട്ട് ഇവിടെയാണ്. എവിടെന്നോ വന്നോമാരാണ്, എവിടെന്നോ കൊണ്ടുവന്ന വണ്ടിയാണ്. അവിടെയുള്ള ആളുകളല്ല. ഞങ്ങളവിടെ 100 പൊതി കൊടുത്തു. ഞങ്ങൾ അത് ഇവിടെ നിന്ന് മാറിയത്. കാരണം ഇവരിത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അറിയാം. വർഷങ്ങളായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ചില സ്ഥലങ്ങളിലേക്ക് ഇടിച്ചു കയറി അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം നെയ്യാനായിട്ട് BJP-യും ശ്രമിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു സംശയമില്ല. അതിന് നമ്മൾ നിന്ന് കൊടുക്കാൻ പാടില്ല. അത് DYFI ചെയ്താലും അതിന് യൂത്ത് കോൺഗ്രസ് ചെയ്താലും. അതാണല്ലോ ഇപ്പോൾ DYFI-യും CPM-ഉം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലല്ല, നഷ്ടപ്പെട്ടു പോകുന്ന ഹിന്ദു വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി അതിനകത്തുണ്ട്. അത് നിങ്ങൾ കാണുന്നില്ല. GB ഹരി കോൺഗ്രസ് അത് കാണുന്നില്ല. കോൺഗ്രസ് വീണ് പോകുന്നു. ഞാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ, രാജ്യത്തിന്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആളെ, അത് പ്രചരിപ്പിക്കുന്ന ആളെന്ന നിലയിൽ നിങ്ങൾ ഈ പറഞ്ഞത് പിൻവലിക്കണം. ഹിന്ദു വോട്ടൊന്നും വോട്ടിൽ ഇവിടില്ല. അതൊക്കെ നിങ്ങളുടെ ടെർമിനോളജികളാണ്. ഈ രാജ്യത്തെ സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്കുള്ള വോട്ട് എവിടെയുള്ളൂ. അവിടെ മുസ്ലിം വോട്ട്, ഹിന്ദു വോട്ട്, ക്രിസ്ത്യാനി വോട്ട്, അതോടൊപ്പം തന്നെ ഈഴവ വോട്ട്, നായർ വോട്ട്, ഇതൊന്നുമില്ല. ഒരു ഉദാഹരണം കൂടെ പറയാം. നായർ വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, എത്രയോ വർഷങ്ങളായി മന്നം സമാധി നടക്കുന്നുണ്ട്. മന്നം സമാധി മഞ്ജുഷിന് അറിയാമല്ലോ, 2 ദിവസമാണ് മന്നം സമാധി നടക്കുന്നത്. മന്നം സമാധിയുടെ തലേ ദിവസം നടക്കുന്ന പരിപാടി, അവിടുത്തെ പരിപാടി എന്നറിയോ? ഒന്ന് മേജർ സെറ്റ് കഥകളിയാണ്. മേജർ സെറ്റ് കഥകളിയാണ്. ശ്രീത്തിന് അറിയാത്തതല്ല. എത്രയോ വർഷങ്ങളായിട്ട് പലരും ചോദിച്ചു സാറിനോട്, സാറേ കാലം മാറിയില്ലേ, നമുക്കവിടെ ഗാനമേള വെച്ചൂടെ, നമുക്ക് അത് വെച്ചൂടെ? സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ NSS-ന് ഒരു പാരമ്പര്യമുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. വേറെയും ഒരുപാട് സംഘടനകൾ ഉണ്ടാവും. ഞാൻ കണ്ടിട്ടുള്ള സംഘടന നിലയിൽ ഞാൻ പറയുകയാണ്, ഇത്തരത്തിൽ സംസ്കാരപരമായി കൾച്ചറൽ, അവിടെ ആ വാക്ക് ജയരാജന്റെ വാക്ക് ഞാൻ കണ്ടെടുക്കുകയാണ്, കൾച്ചറൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നടത്തുന്നു. അത് കേരളത്തിന്റെ കലയാണ്. കേരളത്തിന്റെ കലയാണ് കഥകളി. ഇനി പേക്കൂത്തിനെ കുറിച്ച് ചർച്ചയോട് ഞാൻ പറയാം. കൂത്ത് മോശമാകുമ്പോഴാണ് നമ്മൾ പറയുന്നത്. അത് വെറും പേക്കൂത്തായിരുന്നു ആ പറയുന്നത്. മനസ്സിലായേ? കൂത്തെന്ന് പറഞ്ഞാൽ അറിയാലോ, നങ്ങ്യാർ കൂത്തുണ്ട്, ചാക്യാർ കൂത്തുണ്ട്. ആ കൂത്ത് മോശമായി വരുമ്പോൾ ഉപയോഗിച്ചിരുന്ന പ്രയോജനമാണ് അത് പേക്കൂത്തായിരുന്നു എന്നുള്ളത്.
അതേ സാധനമാണ് മോശമായി പോയിട്ടാണ് ആളുകൾ പറഞ്ഞത്, മഞ്ജുഷ എന്ന് പറഞ്ഞത് പേക്കൂത്താണ് കാണിച്ചതെന്നുള്ളത്. അതുകൊണ്ട് മഞ്ജുഷ ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിനകത്ത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനാധിപത്യ രീതിയിൽ രാജ്യത്തിന്റെ ഭരണഘടന നിർദ്ദേശിക്കുന്ന 5 വർഷത്തിനത്തിൽ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നേതാക്കന്മാരെ അല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ തെരഞ്ഞെടുക്കാനുള്ള ഈ തെരഞ്ഞെടുപ്പുകളിൽ ജാതിയും മതവും കൊണ്ടുവന്ന് അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടതാണ്. അതിനകത്ത് ഒരു സംശയവുമില്ല. അത് ഡിവൈഎഫ്ഐ ചെയ്താലും അതിനകത്ത് RSS ചെയ്താലും അതിനകത്ത് BJP ചെയ്താലും കോൺഗ്രസ് ചെയ്താലും. കോൺഗ്രസ് ഇക്കാര്യത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ആൽത്തറ ക്ഷേത്രത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്, അതിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ആ മ്യൂസിയം പോലീസിന്റെ നോട്ടീസ് തന്നെ അതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിതോരണങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റ മിനിറ്റ്. കഴിഞ്ഞ 5 വർഷക്കാലമായി അവിടെ എഴുത്തിനിരുത്തുന്നത്, അവിടെ എല്ലാ നമുക്കറിയാവുന്നതുപോലെ നവരാത്രി ദിവസത്തിലെയും എഴുത്തിനിരുത്ത് ഹരിശ്രീ കുറിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാനാണ് അവിടെ ഹരിശ്രീ കുറിച്ച് കഴിഞ്ഞ 5 വർഷമായി. നിങ്ങൾ പരിശോധിച്ചു അന്വേഷിച്ചു നോക്കൂ. കഴിഞ്ഞ 5 വർഷമായി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങള് ഇപ്പൊ BJPയുടെ സംവിധാനത്തിലേക്ക് കുറെ ആളുകൾ അതിനേക്കായിരുന്നു. അപ്പൊ GV ഹരി കോൺഗ്രസ് ആണ്. ഞാൻ അധ്യാപകർ എന്ന നിലയിലാണ് എന്നെ അവിടെ വിളിച്ചോണ്ടിരുന്നത്. ഞാൻ കഴിഞ്ഞ 5 വർഷമായി തുടർച്ചയായി, സത്യമില്ല, ഞാൻ ഈ പറയുന്ന അന്വേഷിച്ചു നോക്കും. നിങ്ങൾ ശ്രീ തടക്കമുള്ള ആളെ അന്വേഷിച്ചു നോക്കും, ശരിയാണോ? ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നു. എനിക്കൊന്ന് കുറഞ്ഞത് ഞാൻ ഒരു 100 കുട്ടികളെ എടുത്തിരുത്തിയിരുന്നു 5 വർഷം. എനിക്ക് വലിയ വിഷമമുണ്ടായി. അന്വേഷിച്ചപ്പോൾ എന്താ കാര്യം അറിയോ? BJPയുടെ കുറച്ച് ആളുകൾ അതിനകത്തേക്ക് വന്നു. അവർ മധുസൂദനൻ സാറിനെ വിളിച്ചു. സാറ് ഒരു തവണ വന്നു, അടുത്ത തവണ വന്നില്ല സാർ, അതിന്റെ അടുത്ത വർഷമായിട്ട് വന്നില്ല. കഴിഞ്ഞ 2 വർഷമായി എന്നെ അവർ വിളിക്കുന്നില്ല. എന്താ കാര്യം അറിയോ? അധ്യാപകൻ എന്ന നിലയിലാണ് എന്നെ അവിടെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ ഞാൻ കോൺഗ്രസ്സുകാരനായിപ്പോയി. BJP ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന അതേ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന BJP-വൽക്കരിക്കുന്ന സമീപനം ആൽത്തറ ക്ഷേത്രത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം എനിക്ക് ആ കാര്യത്തിലില്ല. പോലീസിന്റെ ഇടപെടലുണ്ടായി. അവിടെ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ കടക്കലിലുമായി ഇടപെടൽ ഉണ്ടാകേണ്ടതാണല്ലോ. അല്ല, കടക്കലിലുമായി ഇടപെടൽ ഉണ്ടാകേണ്ടതാണല്ലോ. നിങ്ങളാരും പരാതിയുമായിട്ട് പോയില്ല, അതുകൊണ്ടായിരിക്കും. 100% അടിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു സംശയമില്ല കാര്യത്തിൽ.